കർക്കിടകവാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രക്കടവുകളിലും സ്നാനഘട്ടങ്ങളിലും വിപുലമായ ഒരുക്കങ്ങൾ. ആഗസ്റ്റ് 12 ബുധനാഴ്ചയാണ് ആയിരങ്ങൾ മൺമറഞ്ഞ പൂർവികർക്കായി ബലിതർപ്പണം നടത്തുന്നത്. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രക്കടവിലും ഇടപ്പാടി ആനന്ദ ഷൺമുഖസ്വാമി ക്ഷേത്രത്തിലും ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപം മീനച്ചിലാറ്റിലെ കടവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ബലിതർപ്പണ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കീച്ചേരിയിൽ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ 5 മുതൽ ബലിതർപ്പണം ആരംഭിക്കും. ഒറ്റ നമസ്കാരം, കൂട്ടു നമസ്കാരം, വിഷ്ണു പൂജ, തിലഹവനം എന്നിവയ്ക്കും ക്ഷേത്രത്തിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1927 ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ചരിത്രപ്രസിദ്ധമായ ഇടപ്പാടി ആനന്ദ ഷൺമുഖസ്വാമി ക്ഷേത്രത്തിൽ ഒരേ സമയം 1000 പേർക്ക് പിതൃതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ബലിതർപ്പണത്തോടൊപ്പം തിലഹവനം, പിതൃനമസ്കാരം, പിതൃപൂജ, വിഷ്ണുപൂജ എന്നിവയും നടക്കും. ക്ഷേത്രമേൽശാന്തി വൈക്കം സനീഷ് ശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. വിഷ്ണു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള 2 ഏക്കർ മൈതാനത്താണ് ഇടപ്പാടിയിൽ പിതൃതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്.